നമസ്കാരം. ഞാനിപ്പം ഇവിടെ ഇതുപോലെ ഒരു ആർട്ടിക്കിൾ ഇൻഷുറൻസ് മനസ്സിന് എങ്ങനെ സമാധാനം നൽകുന്നു എന്നൊരു ആർട്ടിക്കിൾ നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ശ്രീകുമാർ.co.in ശ്രീകുമാർ സാറിൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ നേരത്ത് ഈ മാതിരി പോകും. ഇത് നമ്മൾ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യുക. ഇവിടെ പോയിട്ട് നമ്മൾ ഇതിവിടെ പേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ആക്കുക. അപ്പോൾ ഇങ്ങനെ പോകും. സോ ഇതുപോലെ നമുക്കിതെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റുള്ള എല്ലാ നെറ്റ്വർക്കിലും ഷെയർ ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് മോർ വിസിറ്ററിനെ അട്രാക്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഉള്ള കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാനും പറ്റും. എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് നമ്മളൊന്ന് ആക്റ്റീവായിട്ട് എൻഗേജായി നിൽക്കാനും ഇതുപോലെയുള്ള ആർട്ടിക്കിൾ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ആർട്ടിക്കിൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് കാണുന്നത്. കണ്ടൻറ്റ് ഫുള്ള് ഇങ്ങനെ വായിക്കാൻ പറ്റും. അപ്പം ഈ ആർട്ടിക്കിൾ എങ്ങനെയാണ് പ്രിപ്പയർ ആക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പം പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ആ വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പം നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മളൊരു കണ്ടൻറ്റ് ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ഈ കണ്ടൻറ്റ് നമ്മൾ ഇൻഷുറൻസ് എങ്ങനെ മനസ്സിന് സമാധാനം നൽകുന്നു, ഇതൊരു കണ്ടൻറ്റ് നമ്മൾ റെഡിയാക്കി വെക്കുക മൈക്രോസോഫ്റ്റ് വേർഡിൽ. അതുപോലെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇമേജ് ഇൻഷുറൻസ് പീസ് ഓഫ് മൈൻഡ് എന്നടിച്ചു കൊടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇമേജ് ലൈഫ് ഇൻഷുറൻസ് പീസ് ഓഫ് മൈൻഡ് ഇൻഷുറൻസ് സർവീസസ്, ഇത് വേണ്ട. നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒരു ഇമേജ് ഇൻഷുറൻസ് ഈസ് യുവർ, ഇത് വേണ്ട. ഇതിനകത്ത് ഓരോരോ ബ്രാൻഡിൻ്റെ പേരുണ്ട്. ഇൻഷുറൻസ് പീസ് ഓഫ് മൈൻഡ് ഇതും വേണ്ട. നമുക്ക് ഈ ഇമേജ് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പോകേണ്ടത് എവിടെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഈ ആർട്ടിക്കിൾ നമ്മളിപ്പോൾ ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് ശ്രീകുമാർ സാറിൻ്റെ വെബ്സൈറ്റിലാണ്. ശ്രീകുമാർ.co.in എന്ന വെബ്സൈറ്റിൽ ഇവിടെ ഈ ബ്ലോഗ്സ് എന്ന കാറ്റഗറിയിൽ ഇവിടെ വന്നിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പാനൽ കിട്ടുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ഓണർക്ക് മാത്രമാണ്. നമ്മൾ ആ ലിങ്ക് അഡ്മിൻ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന ലിങ്കൊക്കെ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ ലിങ്ക് നിങ്ങളിവിടെ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ഒരു യൂസർ ഇൻ്റർഫേസ് വരും. ഈ യൂസർ ഇൻ്റർഫേസിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്ന യൂസർ ഐ ഡി പാസ്വേഡ് ഇടുക. നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് ഇട്ടിട്ട് നമ്മൾ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്ത ശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് നിങ്ങൾ ഡെസ്ക്ടോപ്പിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൊബൈലിൽ ഈ മാതിരി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി എടുക്കുക. ബ്ലോഗ്സ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് ഒന്ന് സൂം ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ക്രിയേറ്റ് ബ്ലോഗിൽ നമ്മൾ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കുക. മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കണ്ടൻറ്റ് ഇൻഷുറൻസ് എങ്ങനെ മനസ്സിന് സമാധാനം നൽകുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക. ഈ കണ്ടൻറ്റ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്യുക. ഈ ഹെഡിങ് മാത്രം കോപ്പി ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഇതിലേക്ക് പോകുക. ഇതിൽ പോയിട്ട് ഇവിടെ കോപ്പി ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് ചൂസ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചൂസ് ഇമേജിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് എടുക്കുക. നമ്മളിവിടെ ഇമേജ് ആക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആ മൈക്രോസോഫ്റ്റ് വേർഡിലെ എല്ലാ കണ്ടൻറ്റും കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക.
ഇത് കണ്ടൻറ്റ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ശേഷം തിരിച്ചിവിടെ വരിക. ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ സേവ് ബ്ലോഗ് കൊടുക്കുക. അപ്പം ഈ ബ്ലോഗ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്കിത് വെബ്സൈറ്റിൽ എങ്ങനെ വന്നെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിനകത്ത് നമ്മൾ ബ്ലോഗ്സ് എടുക്കുക. കണ്ടോ, നമ്മൾ ഇട്ട ബ്ലോഗ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോഗ് റീഡ് മോർ കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ബ്ലോഗ് നമുക്ക് ഇപ്പം നമ്മുടെ കസ്റ്റമർ വായിക്കണം. നമ്മുടെ കസ്റ്റമർ വായിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ബ്ലോഗിൻ്റെ ഇവിടെ വന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മളിപ്പോൾ വാട്സാപ്പിൽ ആർക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് നമ്മളിത് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ലിങ്ക് ഇവിടെ നമ്മുടെ കർസർ ഇവിടെ വെച്ചിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പം അതിൻ്റെ മേളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമേജ്, ഇത് രണ്ടും മേളിൽ വന്നിട്ട് ഡിസ്പ്ലേ ആവണം. ഡിസ്പ്ലേ ആയി നമ്മളൊരു 2-3 സെക്കൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അയച്ചു കൊടുക്കണം. അപ്പം ഈ ആർട്ടിക്കിൾ നമ്മൾ നമ്മുടെ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിളായിട്ട് നമുക്ക് പ്രിപ്പയർ ആക്കിയിട്ട് അയച്ചു കൊടുക്കാം. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് പറ്റുന്ന മെസ്സേജ്, നിങ്ങൾക്ക് ദിസ് വീക്സ് കസ്റ്റമർ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ് ആർട്ടിക്കിൾ എന്നൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഓൺ വേർഡിങ്സിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന കസ്റ്റമർ ഉറപ്പായിട്ടും ഈ കണ്ടൻറ്റ് വായിക്കാൻ കൂടുതൽ താല്പര്യപ്പെടും. കാരണം ഈ കണ്ടൻറ്റ് വായിക്കുമ്പോൾ ഇതിൽ എവിടെയും ഒരു അഡ്വർടൈസ്മെൻറ്റോ ഒരു പോപ്പപ്പോ ഇല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് കസ്റ്റമർക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സ്ക്രീൻ വളരെ ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് ലോഗോ മാത്രമാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷനും കസ്റ്റമർക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും. കസ്റ്റമർക്കൊരു നിങ്ങളുടെ മേലിലുള്ള ഒരു ബ്രാൻഡിങ് കുറച്ചും കൂടെ ഉറപ്പിക്കപ്പെടും. നെക്സ്റ്റ്, ആ കസ്റ്റമറുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ആർട്ടിക്കിൾ നിങ്ങൾ അയച്ചു കൊടുക്കാൻ നേരത്ത് കസ്റ്റമർ നിങ്ങളെ ഒരു സ്പെഷ്യലായിട്ടുള്ള പേഴ്സണായിട്ട് കണക്കാക്കും. അവരുടെ കുടുംബത്തിൽ ഇനി എന്തൊരു ഇൻഷുറൻസ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ഇൻഷുറൻസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന ബ്രാൻഡ് നിങ്ങളുടേതായിരിക്കും ഇതുപോലെയുള്ള ആർട്ടിക്കിൾ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ. സോ ഈ ആർട്ടിക്കിൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ സെൻറ്റൻസ്, ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന സെൻറ്റൻസ് നിങ്ങളുടേതായ ഭാവനയിൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഒരു ഇൻഷുറൻസ് പ്ലാന്, ആ ഇൻഷുറൻസ് പ്ലാനും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആർട്ടിക്കിളായിട്ട് റെഡിയാക്കി വെക്കാം. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു നോട്ട് പാഡിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് മൊബൈലിലും ആക്സസിബിളാണ്, ഇപ്പോൾ ഞാനിതിൽ കാണിച്ച പോലെ. സോ ഇതിൽ നിങ്ങൾ ആർട്ടിക്കിൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക. പിന്നെ ഈ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ ഇത് നിങ്ങളുടെ വെബ്സൈറ്റിൽ എപ്പോഴും കിടക്കും. ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഇത് ഒരു കാലം കഴിഞ്ഞ ശേഷം ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ വരികയും ചെയ്യും. അപ്പം ഈ ആർട്ടിക്കിളൊക്കെ നിങ്ങൾക്ക് ഇനി ഒരു കാലത്ത് നിങ്ങൾക്ക് പുതിയ ബിസിനസ്സും പുതിയ കസ്റ്റമറെ കൊണ്ടുവരാനും ഹെൽപ്പാവും. സോ ഇതുപോലുള്ള ആർട്ടിക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക വെബ്സൈറ്റിൽ.